മുൻ KSRTC ഡ്രൈവറും നേമം സ്വദേശിയുമായ യദുവിനെ ആക്രമിച്ച കേസിൽ തിരുവനന്തപുരം മുൻ ആര്യയും ആര്യയുടെ ഹസ്ബൻഡും കോഴിക്കോടിലോട്ടാണ് ഇനിയിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് MLA ആവാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഒരു മനുഷ്യൻ പോലും വോട്ട് കൊടുക്കരുത്. ഇവർ തോറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് കമന്റ് കൊടുക്കുക. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റിസ് ഫോർ ഇതൊന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. ഇവർ തോറ്റ് കാണുന്ന അവരൊന്ന് ലൈക്കും ചെയ്യുക. ഞാൻ ഒരു ലൈക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു വോട്ടായിട്ടാണ് കാണുന്നത്. ഒരാൾക്ക് ഒരു ലൈക്കേ പറ്റത്തുള്ളൂ. അതും കൂടെ ഒന്ന് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ആര്യ രവീന്ദ്രൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ആര്യ, യദു, പിന്നെ സച്ചിൻ ദേവ്, ഇവരെയൊന്നും ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ആര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 19ാമത്തെ വയസ്സിൽ വന്ന മേയറൊക്കെ ആയി, അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം എന്ന് തന്നെ പറയാം. ഇപ്പൊ അവസാനം എന്താണ് ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇലക്ഷൻ ഒന്നും നിന്നില്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി പറയാൻ മറന്നുപോയി, കോഴിക്കോടോട്ട് പോകാമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി വരുന്ന അസംബ്ലി ഇലക്ഷൻ അവിടെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. എനിക്ക് എല്ലാവരോടും ഒറ്റ അപേക്ഷയേ ഉള്ളൂ, ആരേക്കാണെങ്കിലും ഭർത്താവ് സച്ചിനാണെങ്കിൽ പോലും ഒരു വോട്ട് പോലും കൊടുക്കല്ലേ ദയവ് ചെയ്തിട്ട്. കാരണം ഇവരെ പോലുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ വീരവാദം അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. സ്ഫുടനയെന്നല്ലല്ലോ പറയണ്ടേ, സ്ഫുടതയോടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു പക്വതയാണെന്ന് എല്ലാവർക്കും തോന്നുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവറ്റയുടെയൊക്കെ കയ്യിരിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലായത്. യദു എന്ന് പറയുന്ന ഒരു ബസ് ജീവനക്കാരൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കിയ വ്യക്തികൾ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പ്രൈവറ്റ് ബസ്സിൽ പോയപ്പോഴും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ പ്ലാൻ ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത ടീമുകളൊക്കെ. ഓക്കെ, എന്തായാലും അന്ന് യദു ബസ് ഓടിച്ചു പോയിട്ടിരിക്കുമ്പോൾ അവർ മുന്നിൽ കൊണ്ട് നിർത്തുന്നു, പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു 5 മിനിറ്റിൻ്റെ പ്രശ്നമെന്ന് എല്ലാവരോടും പറഞ്ഞില്ല. 10-15-20 മിനിറ്റോളം ആ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് സംബന്ധമായിട്ട് തന്നെ ആ വിഷയം നേരിട്ട് കണ്ട ഒരു വ്യക്തിയുടെ വോയിസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ വെച്ചിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ സച്ചിൻ അവിടെ കയറി ബസ്സിലുള്ളവരെല്ലാവരും തെറി വിളിക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിലെ മെമ്മറി കാർഡ് അവിടെ പോയി. അത് ഈ പറയുന്ന യദു ഒളിപ്പിച്ചെന്നാണ് പറയുന്നത്. യദു അല്ല സത്യം പറഞ്ഞാൽ അത് ചെയ്തത്. പിന്നെ ഇതൊക്കെ റിക്കവർ ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസിനൊക്കെ സിമ്പിളായിട്ട് പറ്റുകയൊക്കെ ചെയ്യും. ഇത് ഇവർ തന്നെ ആ ബസ്സിലെ കിളിയാന്ന് തോന്നുന്നു. MLA ഒക്കെ ഇടപെട്ട് അവന്മാർ നൈസായിട്ട് അതങ്ങ് മുക്കി. പിന്നെ ഇത്രയും ചിന്തിച്ചാൽ മാത്രം മതി. ഈ പറയുന്ന സച്ചിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ സച്ചിൻ്റെ ആ മെമ്മറി കാർഡ് ഇവിടുത്തെ കേരള പോലീസിന് സിമ്പിളായിട്ട് എടുക്കാമായിരുന്നു. അത് എടുത്തായിരുന്നെങ്കിലോ ഈ പറഞ്ഞ സച്ചിൻ പെട്ടുപോയനെ. ഇവർ തന്നെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അതും ഇതിൻ്റെ തല്ലിലോട്ട് കൊണ്ട് വെപ്പിച്ചു. ഓക്കെ, എന്തായാലും ഇപ്പം ഇതിൻ്റെ ഇന്നലെ ഇതിൻ്റെ കേസും കാര്യങ്ങളുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ വക്കീൽ ഇടപെടണം, മീൻസ് വക്കീലായിരിക്കും മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ സംസാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് കോടതി വരാൻ അറിയാമല്ലോ, ഭയങ്കര ബിസി അല്ലേ. അപ്പോൾ വക്കീൽ എന്നാലും മതി എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സംസാരവും കാര്യങ്ങളൊക്കെ ന്യൂസിൽ വന്നത്. എന്തായാലും ഞാനത് സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ വെച്ച് തരാം. മുൻ KSRTC ഡ്രൈവറും നേമം സ്വദേശിയുമായ യദുവിനെ ആക്രമിച്ച കേസിൽ തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവും ബാലുശ്ശേരി MLAയുമായ KS സച്ചിൻ ദേവ്, ആര്യയുടെ സഹോദരൻ അരവിന്ദിന്റെ ഭാര്യ ആര്യ എന്നിവർ ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും. മൂവരെയും ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിൽ യദു നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇവർക്ക് നോട്ടീസ് അയച്ചിരുന്നത്. നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. മൂവരും അഭിഭാഷകൻ മുഖേന മറുപടി നൽകുമെന്നാണ് വിവരം. മുൻ മേയറായിരുന്ന ആര്യയുടെ സഹോദരൻ അരവിന്ദ് എന്ന നന്ദു മാത്രമാണ് നിലവിൽ പ്രതി. FIRൽ പേരുള്ള എല്ലാവരും പ്രതിയാക്കണമെന്നും പോലീസ് സമർപ്പിച്ച കുറ്റപത്രം തള്ളണമെന്നുമാണ് യദുവിന്റെ ആവശ്യം. 2024 ഏപ്രിൽ 27 രാത്രിയിലായിരുന്നു സംഭവം. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് മേയറും ഭർത്താവും അടക്കമുള്ളവർ KSRTC ബസ് തടഞ്ഞ് ഡ്രൈവർ യദുവിനെ അസഭ്യം പറഞ്ഞ് ആക്രമിച്ചു എന്നാണ് കേസ്. അപ്പം ഇവരിപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സച്ചിൻ, അതായത് ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വെച്ച് തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവറ്റയുടെയൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ മാന്യത. എന്തായാലും ഞാനൊന്ന് വെച്ച് തരാം. അത് അടുത്ത കാലങ്ങളിൽ അതിൽ താങ്കൾക്കും പങ്കാളി ആര്യ രാജേന്ദ്രനും അതിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നും അത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ശരിക്കും അതിന് പിന്നിലെ വസ്തുത എന്താണ്? അതിൽ വളരെ 5 മിനിറ്റിൽ താഴെ മാത്രം ഉണ്ടായിരുന്നൊരു ചെറിയ പ്രശ്നമാണ്, ഒരു വാക്കുതർക്കമായിരുന്നു. അത് പച്ചക്കളവാണ് പറയുന്നത്. 5 മിനിറ്റിന്റെ പ്രശ്നം മാത്രമല്ല, 15-17 മിനിറ്റോളം അവിടെ ആ പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു. മുട്ടൻ തെറി വിളിയായിരുന്നു നടന്നത്. ഇങ്ങനെ അവിടെ ബസ്സിൽ കയറി തെറി വിളിച്ചതിൻ്റെയൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ അവിടുത്തെ ബസ്സിലൊരു യാത്ര ചെയ്തൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടി ഏത് കോടതി വേണമെങ്കിലും അദ്ദേഹം പോകാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പല ചാനലിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവനെപ്പോൾ ഒരു പഠിച്ച കള്ളനായ ഒരു MLA എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവനും എൻ്റെ വൈഫും കോഴിക്കോട് പോയി നിൽക്കാൻ പോകണമെങ്കിൽ എൻ്റെ പൊന്ന ആൾക്കാരെ തോപ്പിച്ച് കൈ കൊടുക്കണം. ഇവൻ തോക്കണമെന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ജസ്റ്റിസ് ഫോർ യദു എന്നും കൂടെ ഒന്ന് കമന്റ് കൊടുത്തേക്കുക. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇവനും എൻ്റെ വൈഫും തോക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് ലൈക്കും കൂടെ അടിച്ചു. എന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തു. അത് യഥാർത്ഥത്തിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു മോശമായ അനുഭവം എന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന എൻ്റെ സഹധർമ്മിണിയും സഹോദരിയുമായ 2 പേർക്ക് ഉണ്ടായ വളരെ മോശമായൊരു അനുഭവം
ആ അനുഭവം ഒരു വാക്ക് തർക്കമായി മാറുക മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. രക്ഷപ്പെടാൻ ഏറ്റവും വലിയ അല്ല MLA വലിയ കേരളത്തിൽ തന്നെ രക്ഷപ്പെടാൻ ഒരു കേസ് ഉണ്ടായാൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗ്ഗമാണ് പെണ്ണ്. അപ്പോൾ MLAയും MLAയുടെ അനിയത്തി വൈഫും എല്ലാം കൂടെ പോയപ്പം ഈ യദു എന്ന് പറഞ്ഞ വ്യക്തി അതും ആ പെണ്ണുങ്ങളോട് മോശമായിട്ടുള്ള രീതി ഇടപെട്ടു എന്നുള്ള രീതിയിലായി സംസാരം. കാരണം എന്നാലല്ലേ ഊരാൻ പറ്റൂ. എന്തായാലും ജനങ്ങൾക്ക് എന്തായാലും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് സ്ത്രീകളിൽ നിന്നാകുമ്പോൾ പ്രത്യേകിച്ച് ആ പ്രതികരണം ഉണ്ടാവണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയോട് ഒരിക്കലും സന്ധി ചേരാനാവില്ല. ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചുമതലയിലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പോകണം എന്നുള്ള നിലപാടിനോട് എനിക്കൊരു യോജിപ്പുമില്ല. ആത്മാഭിമാനത്തേക്കാൾ വലുതല്ല ഒരു അധികാരവും സ്ഥാനങ്ങളും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്വാഭാവികമായും ഒരു മോശമായ അനുഭവം ഒരു സ്ത്രീക്കുണ്ടായി കഴിഞ്ഞാൽ ആ സ്ത്രീ ആ ഘട്ടത്തിൽ പ്രതികരിക്കും. പറയാനുള്ള കാര്യങ്ങൾ പറയും. പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ്? ബസ് തടഞ്ഞു നിർത്തി എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഒരു തിരുവനന്തപുരത്തെ പാളയം സാഫല്യം കോംപ്ലക്സിൻ്റെ മുന്നിലുള്ള ഈ സിഗ്നലിൽ ബസ് നിർത്തുകയാണ് ഉണ്ടായത്. ചുവന്ന ലൈറ്റ് കത്തിയപ്പോൾ സാധാരണഗതിയിലുള്ള ട്രാഫിക് രീതികൾ വെച്ച് ഏതൊരു വാഹനവും അവിടെ നിർത്തും. അങ്ങനെ നിർത്തിയ വാഹനത്തിനടുത്ത് നിന്നുണ്ടായൊരു വാക്ക് തർക്കം വളരെ ചുരുങ്ങിയ സമയം. ഞാൻ അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം. ഇവൻ പറയുന്ന പച്ച കള്ളവാ. ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ഇവരുടെ വണ്ടി പോയിന്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ആണോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ബസ് പോകുന്നുണ്ട്, അതിന്റെ പുറകെ ആഞ്ഞു പിടിച്ച് പോകുന്ന ഈ MLAയും കണ്ടോ. അതിന്റെ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാ? അതിനെ ഓവർടേക്ക് ചെയ്തു പോകുന്നത് നിങ്ങൾ നോക്ക്, ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇത് പോകുന്നു. അവിടെ ആര്യയുടെ ഹസ്ബൻഡും കൂടെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പിന്നീട് കാണുന്ന പോർഷൻ എന്താന്ന് വെച്ചാൽ വട്ടം വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ പറ. അപ്പം ഇവൻ ഈ വന്നിരുന്ന് ഈ കള്ളം പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവനെപ്പോലുള്ള ഒരു ലോഗോ ടൈപ്പ്. ഇവനൊന്നും അടുത്ത പഞ്ചായത്തിൽ പോലും ഇവനെ ഇലക്ഷനിൽ നിന്നാൽ പോലും ഇവനെ തോപ്പിച്ച് കൈ കൊടുക്കണം. പഞ്ചായത്തിൽ നിന്നാൽ പോലും ഇതുപോലൊരു നാറിയ ടീംസുകളെ ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഈ സംസാരം മാത്രമേ ഉള്ളൂ. ഭയങ്കര പക്വതയോടുള്ള സംസാരം, സ്ഫുടതയൊക്കെ കാണിച്ച് ആൾക്കാരെ വെറും ഇതാക്കുന്നത് എനിക്കിങ്ങനെ ഇഷ്ടമേ അല്ല, സത്യം പറയാലോ. വെറും നാറികളാണെന്ന് ഞാൻ പറയും. പക്ഷെ നല്ല നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല നല്ല ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ നല്ലതെന്ന് വിശ്വസിക്കുന്ന കുറെ അവന്മാരുണ്ട് കീഴിൽ കൂടെ പണി തരുന്നത്. നമ്പുകയും ചെയ്യരുത്. ഓക്കെ, നമുക്കിനി വിധുവിൻ്റെ ഒരു വീഡിയോ നോക്കാം. താങ്കൾക്ക് ജയിലിൽ കിടക്കാൻ പേടിയുണ്ടോ? ഇല്ല 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 ഇല്ല, പേടിയൊന്നുമില്ല. ഇത് ഇനിയിപ്പം മെമ്മറി കാർഡ് ഞാൻ എടുത്തെന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. വണ്ടി അന്ന് അവിടെ പരിസരത്തേ ഇല്ലായിരുന്നു. അവിടെ റെക്കോർഡുകൾ തിരക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാമെന്നല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ഞാൻ തിരക്കിയപ്പോൾ സാറ് പറഞ്ഞു അന്നത്തെ ദിവസം വണ്ടി ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് പറയണത് നീ വണ്ടിയുടെ അടുത്ത് വന്ന് മെമ്മറി കാർഡ് എടുത്തോണ്ട് പോയെന്നൊക്കെ പറയേണ്ട കാര്യം എന്താണ്, നിന്നെ കൊണ്ടുപോകേണ്ട കാര്യം എന്തെന്നാണ് സാറ് ചോദിച്ചത്. പോലീസ് യദുവിന്റെ വീട്ടിൽ വരും. പോലീസ് എൻ്റെ വീട്ടിൽ വന്നല്ലോ. വരും. വരുന്ന ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ഈ മെമ്മറി കാർഡ് താങ്കളുടെ വീട്ടിൽ വെച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കുറ്റക്കാരൻ ഞാൻ ആവൂലേ? പൊതുവെ അങ്ങനെയാണല്ലോ. ഇപ്പം അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാൾ ജയിക്കും. ഇയാളുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ന്യായമുണ്ട്, പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ പുതിയ മേയർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ പണി കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്. ആര്യയുടെ പല വൃത്തികളും നമ്മൾ കണ്ടല്ലോ. എവിടെ ഓഫീസ് പോലും വൃത്തിയാക്കുന്നില്ല. ഓഫീസിനകത്ത് ബാത്റൂമിനകത്ത് വരെ ഫയലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെയൊക്കെ വൃത്തിമനയൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇവളൊക്കെ നാടിന് വേണ്ടി ഇറക്കി തിരിച്ചിട്ട് എന്ത് കിട്ടാനാണ്? നാട്ടുകാർക്ക് എന്തുണ്ടാക്കാനാണ്? അത് സ്വന്തം വീട്ടിലെ കോഴിക്കോട് ആദ്യം വൃത്തിയാക്കാൻ നോക്കും, എന്നിട്ട് വേണം നാട്ടുകാരുടെ ഉണ്ടാക്കാൻ നടക്കുന്നത്. എനിക്ക് ഇതിനോടൊന്നും വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ആര്യമാരുടെ ഹസ്ബൻഡ് ഒന്ന് തോറ്റ് കാണാം. അതിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് വോട്ട് കൊടുക്കാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സപ്പോർട്ട് ചെയ്യുക. ഇതിന് നീതി കിട്ടട്ടെ. ബൈ, ലവ് യു.